നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, അപ്പോൾ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാവർക്കും അറിയാം, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിരയുടെ മരുന്ന് കഴിക്കുന്നത് നല്ലതാണ് അല്ലേ? എന്തെങ്കിലും വയറ്റിൽ എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും വിര ശല്യമോ ഒക്കെ ഉണ്ടെങ്കിൽ മാറാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിരയുടെ മരുന്ന് കഴിക്കുന്നവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. പക്ഷെ എങ്ങനെയാണ് നിങ്ങളൊക്കെ വിരയുടെ മരുന്ന് കഴിക്കുക? ആൽബൻഡസോൾ എന്ന ടാബ്ലറ്റാണ് നമ്മൾ അലോപ്പതിയിൽ എടുക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കുന്നത് കേട്ടോ. അതായത് 400 mg ആണ് ഒരാൾ എടുക്കേണ്ട ഡോസ്. 400 mgയുടെ ടാബ്ലറ്റ്. ഇനി ഇത് കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ അവർക്ക് സിറപ്പ് രൂപത്തിൽ ഇത് കിട്ടും. 10 ml സിറപ്പാണ്. 400 mg തന്നെയാണ് അതും വരുന്നത്. ചെറിയ കുട്ടികളാണെങ്കിൽ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് 200 mg കൊടുത്താൽ മതി അല്ലേ? 5 ml മതി. 200 mg കൊടുത്താൽ മതിയാവും. എപ്പോഴും വിരയുടെ മരുന്ന് കഴിക്കുമ്പോൾ മാക്സിമം ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട്, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച ശേഷം കഴിക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയല്ല, ഓഫീസിലൊക്കെ പോകുന്നവരാണ്, ജോലിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ രാത്രി കഴിക്കാം. രാത്രി ഭക്ഷണത്തിന് ശേഷം വേണം കഴിക്കാൻ. ഇത് വിരയുടെ മരുന്ന് കഴിച്ചതിന് ശേഷം വേറെ ഒന്നും അങ്ങനെ കഴിക്കരുത്. പിന്നെ രാത്രി കുറച്ച് പ്രോട്ടീനൊക്കെ ഉള്ള ഫുഡ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് അബ്സോർപ്ഷന് ഈസി ആവുമെന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്കിത് എങ്ങനെ കഴിക്കണമെന്ന് നോക്കാം. നമ്മളെപ്പോഴും ടാബ്ലറ്റ് എന്താ ചെയ്യുക? എടുത്തിട്ട് കുറച്ച് വെള്ളം എടുത്തിട്ട് വിഴുങ്ങുകയല്ല ചെയ്യുക. പക്ഷേ ആൽബൻഡസോളിൻ്റെ ടാബ്ലറ്റ് ഒരിക്കലും ച്യൂവബിൾ ടാബ്ലറ്റാണ്. വിഴുങ്ങേണ്ട കാര്യമല്ല. നമ്മൾ ചവച്ച് നല്ല വൃത്തിക്ക് ചവച്ചരച്ച് കഴിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ കുടിക്കണം. കുട്ടികളാണെങ്കിലും ശരി, സിറപ്പ് കൊടുത്തതിന് ശേഷം വെള്ളം കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി കുട്ടികൾക്ക് ടാബ്ലറ്റാണ് കൊടുക്കുന്നത്, ടാബ്ലറ്റ് കൊടുക്കുക കേട്ടോ, കുട്ടികൾക്ക് കുഴപ്പമൊന്നുമില്ല. സിറപ്പാണ് അവർക്ക് കഴിക്കാൻ എളുപ്പം, അതുകൊണ്ടാണ് സിറപ്പ് രൂപത്തിൽ കുട്ടികൾക്ക് കിട്ടുന്നത്. ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ അലിയിച്ചിട്ട് കൊടുത്താൽ മതി. 400 mgയുടെ 2 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ 200 mg. ഇത്രയും കാര്യങ്ങൾ ആൽബൻഡസോൾ ടാബ്ലറ്റ്. ആൽബൻഡസോളിൻ്റെ ടാബ്ലറ്റ് ഒരു ഡോസ് എടുത്തതിന് ശേഷം 14 ദിവസം കഴിഞ്ഞിട്ട്, അതായത് കൃത്യം 2 ആഴ്ചയ്ക്ക് ശേഷം ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ, ഈ ആൽബൻഡസോളിൻ്റെ ടാബ്ലറ്റ് ജീവനുള്ള വിരകളെ മാത്രമേ നശിപ്പിക്കുകയുള്ളൂ, അതിലെ മുട്ടകളെയൊന്നും നശിപ്പിക്കില്ല. അപ്പോൾ ഈ 14 ദിവസമാണ് ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ 14 ദിവസം കഴിഞ്ഞാൽ ഈ മുട്ടകളൊക്കെ വിരിഞ്ഞ് വീണ്ടും വിരകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് 14 ദിവസം ശേഷം അഗെയിൻ 400 mg ടാബ്ലറ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും 14 ദിവസത്തിന് ശേഷം റിപ്പീറ്റ് ചെയ്യണം. പിന്നെ കുട്ടികളൊക്കെ ഒരുപാട് മണ്ണിലൊക്കെ കളിക്കുന്ന കുട്ടികളായിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവർക്ക് എന്താ പറയുക, അവിടെ ടോയ്സ് അവിടെ ഇവിടെയൊക്കെ എല്ലായിടത്തും വായിലിടൂല്ലേ കുട്ടികളാകുമ്പോൾ. അപ്പോൾ ഈ കുട്ടികളാകുമ്പോൾ അവർക്ക് വിരശല്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യുക, എല്ലാ 6 മാസം കൂടുമ്പോഴും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ആൽബൻഡസോളിൻ്റെ ടാബ്ലറ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് എനിക്ക് ആൽബൻഡസോളിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇത് എന്തിനാണ് കഴിക്കുന്നത്, ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇതിൽ തന്നെ എല്ലാം പറയുകയാണെങ്കിൽ ഒരുപാട് ലെങ്തി ആയി പോവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. ബൈ.